ചേമ്പനിപ്പൂ സീരിയലിലെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ചന്ദ്രമതി തന്നെ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ച് തിരികെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതുപ്രകാരം തന്നെ ശ്രുതി തിരികെ വീട്ടിലെത്തുവാണ്. പുറത്ത് ഓട്ടോ ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് സച്ചിയും രേവതിയും ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് ശ്രുതിയുടെ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. വർഷ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ശ്രുതിയേട്ടൻ ശ്രുതി ചേച്ചിയുമായിട്ട് സംസാരിച്ചോ എന്നുള്ള കാര്യം. ശ്രുതിയല്ല സംസാരിച്ചത്, മീരയാണെന്നാ തോന്നുന്നതെന്ന് രേവതി പറയാണ്. സംസാരിച്ചപ്പോ ശ്രുതി ചേച്ചി വരുന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അതൊക്കെ എന്തായാലും വരൂടാ, അതെന്താ സച്ചേട്ടൻ അങ്ങനെ പറയുന്നത്? അവള് വരാതിരിക്കുന്നത് എങ്ങനെയാ? അവള് ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പെട്ടിയൊക്കെ തൂക്കിയിട്ടല്ലേ പോവുക? അവള് ഇവിടുന്ന് ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പെട്ടിയൊക്കെ തൂക്കിയിട്ട് വേണ്ടേ പോകാന്? ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രം എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്. അവൾ എന്തായാലും തിരികെ വരും. തെറ്റ് ചെയ്തത് പിടിക്കപ്പെട്ടല്ലോ, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒളിഞ്ഞു നിൽക്കുന്നതാണ്. ശ്രുതിയെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പാവമാണ് സച്ചിയേട്ട എന്ന് പറയണേ. ആര് പൗഡർ എടുത്തിയോ? ഒന്ന് പോടാ. സുധിയേട്ടനും കൂടി ചേർന്നിട്ടാണ് ഈ തെറ്റ് ചെയ്തത്. എന്നിട്ട് ചേച്ചിയുടെ മേല് മാത്രം പഴിച്ചാരി. അല്ലെങ്കിലും ഈസി ആയിട്ട് പെണ്ണുങ്ങളുടെ തലയിൽ കുറ്റം ചേർത്താൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ വർഷം ഇങ്ങനെ പറയുന്നുണ്ട്. ഇവര് 4 പേരും കൂടി ചേർന്ന് ചായം കുടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. കുറച്ച് മാറിയിരുന്നിട്ട് ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂടി ചായ കുടിക്കുന്നുണ്ട്. ഇവരുടെ സംസാരമൊക്കെ ചന്ദ്ര ചെറുതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ എന്താണ് ഒരു സംസാരം എന്ന് ഇങ്ങനെ ചോദിക്കുകയാണെ. ശ്രീകാന്ത് ആണെങ്കിൽ ഉടനെ തന്നെ ഒന്നുമില്ല അമ്മയെന്ന് പറയുന്നുണ്ട്. എന്നാൽ രവി ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവരിപ്പോ എന്ത് സംസാരിച്ചാലും നിനക്ക് എന്താ ചന്ദ്രയെ കുഴപ്പം? എല്ലാ കാര്യവും നിന്നെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം ചന്ദ്രൻ മര്യാദയ്ക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ വായ അടപ്പിക്കുകയാണെ. എല്ലാവരും ആ ഹാളിൽ തന്നെയുണ്ട്. സുധിയെ മാത്രമേ കാണാത്തത് കൊണ്ട് തന്നെ ചന്ദ്രയാണെങ്കിൽ സുധി സുധി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുവാണ്. ഉടനെ തന്നെ തലയൊക്കെ താഴ്ത്തിയിട്ട് ഇങ്ങനെ ആള് വരുന്നുണ്ട്. നീ ചായ കുടിച്ചോ എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് എനിക്ക് അമ്മ ചായ ഒന്നും വേണ്ട എന്നാണ് ശ്രുതിയുടെ മറുപടി. അപ്പോഴേക്കും ശ്രുതി അകത്തേക്ക് കയറി വരുന്നുണ്ട്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോകാൻ വേണ്ടി തോന്നുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് അമ്മയുടെ കാര്യം ഓർമ്മ വരുന്നതും അവിടെ നിൽക്കുന്നതും. തിരിച്ചെത്തി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി ഇങ്ങനെ നോക്കി ദയിപ്പിക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ പേടിയുണ്ട് ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട്. ശ്രുതി കയറാതെ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ രവിയാണെന്നുണ്ടെങ്കിൽ എന്താ ശ്രുതി നീ അവിടെ നിൽക്കുന്നത്, കയറി വാ എന്ന് പറയാണേ. ഉടനെ തന്നെ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേഗം സ്പീഡില് അവന്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ ശ്രുതി. രവിയുടെ അരികിൽ ചെന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ശ്രുതി തെറ്റ് ചെയ്തു. ഇനിയിപ്പോ എന്തായാലും അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചന്ദ്ര ഒരിക്കലും നിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു, അത് തെറ്റാണ്. ഈ ഒരു കാരണത്താൽ നീ ഒരിക്കലും വീട് വിട്ടിട്ട് ഇറങ്ങി പോവാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് രവി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ, അങ്കിൾ ഞാന് വീട് വിട്ട് ഇറങ്ങിപ്പോയത് ഒരിക്കലും ആന്റി എന്നെ അടിച്ചത് കൊണ്ടല്ല. ആന്റി എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെയാണ്, അവർക്ക് എന്നെ അടിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓ ഇപ്പൊ മാത്രമേ നിനക്ക് അമ്മയെ പോലെ തോന്നുള്ളൂ, തെറ്റ് ചെയ്യുന്ന സമയത്ത് നിനക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നല്ലോ, ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നു. ശ്രുതി ആദ്യം അടിച്ച ഗോള് കൊണ്ടില്ല എന്ന് സച്ചി അവിടെ നിന്ന് ജസ്റ്റ് കമന്ററി പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രവി വീണ്ടും പറയുന്നത്, എന്തായാലും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി ഒരിക്കലും വീട് വിട്ട് ഇറങ്ങി പോവാനൊന്നും പാടില്ല. അല്ല അങ്കിൾ ഞാന് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു എന്ന് ശ്രുതി പറയാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി ഒരിക്കലും ഈ തെറ്റുകളൊന്നും ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. നിന്നോടും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇനിയെങ്കിലും ഈ കള്ളത്തരൊക്കെ ഒഴിവാക്കിയിട്ട് നേർമയോട് കൂടി ജീവിക്കാൻ വേണ്ടി നോക്ക്. എന്തൊരു കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിലും വീട്ടിലെ എല്ലാരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ ഓരോരുത്തര് അവരവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യല്ല വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബം എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക? ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ നിങ്ങളെ തലയിലേറ്റി കൊണ്ടു നടന്നത് ചന്ദ്രയായിരുന്നു. അവളെയും കൂടി ചേർത്തിട്ടല്ലേ നിങ്ങൾ പറ്റിച്ചത്? അത് അവൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകും. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇരുന്നിടത്ത് എഴുന്നേറ്റിട്ട് റൂമിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ, ആന്റി പോവല്ല ആന്റി എന്ന് പറഞ്ഞിട്ട് നേരെ കാലിന് കയറി പിടിക്കുകയാണ്. ആന്റി എന്നോട് ക്ഷമിക്കണം, ഇപ്പോഴും ഞാൻ പറയാണ്, ഈ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. ശ്രുതി കാലിൽ വീഴുമ്പോഴേക്കും ശ്രുതിയും അമ്മയുടെ അടുത്ത് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാലിൽ വീഴുന്നുണ്ടേ. ഞാനും അമ്മയെ ഒരിക്കലും അമ്മയുടെ അടുത്ത് കള്ളം പറയാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നൊക്കെ കാല് പിടിച്ചുകൊണ്ട് ശ്രുതി പറയുന്നുണ്ടേ. ഇതെല്ലാം കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവിയുടെ മുഖത്തേക്കാണ് കേട്ടോ നോക്കുന്നത്. രവി മാപ്പ് കൊടുത്തേക്ക് എന്നുള്ള മട്ടിൽ ഇങ്ങനെ താലോണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഉടനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, രണ്ടുപേരും എഴുന്നേൽക്കുന്ന്. ഈ വീട്ടിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ എന്തോരം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് പോലും പറയാതില്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇനി മേലാൽ എന്റെ അടുത്ത് പറയാതെ നിങ്ങൾ ഒരു തീരുമാനം പോലും എടുക്കാൻ വേണ്ടി പാടില്ല, മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്ഷമിച്ചു എന്നുള്ള രീതിയായല്ലോ. ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്,
അച്ഛ എല്ലാം ശരി തന്നെയാണ്, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ നൽകി, അതിന് അമ്മ തീർപ്പും പറഞ്ഞു. എന്നാ ആ തീർപ്പിനകത്ത് ഒരു കുറവുണ്ടല്ലോ. ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് കുറവാണ് ഇവിടെ ഉള്ളത്? രണ്ടുപേരും മാപ്പ് ചോദിച്ചു, അമ്മയാണെങ്കിൽ ക്ഷമിക്കുകയും ചെയ്തു. അച്ഛ ഇതൊന്നും അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. നമ്മളിപ്പോ കടലിന്റെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് തിരമാല നമ്മുടെ കാലിൽ വന്ന് അടിക്കും, തിരമാല അത് കഴിഞ്ഞ് പോകുകയും ചെയ്യും. അതിന്റെ പുറകെ നമ്മളും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എടാ എന്തായാലും വിട്ടേക്ക്, തീർപ്പായല്ലോ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അച്ഛ തീർപ്പായിട്ടില്ല, ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. ഉടനെ തന്നെ ചന്ദ്ര ചാടി വീഴുവാണ് കേട്ടോ. ഇവൻ എന്താ പറഞ്ഞു വരാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം രവിയേട്ട എനിക്ക് മനസ്സിലായി. ഇവൻ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് രവിയേട്ടന്റെ പണത്തിലാണല്ലോ, അതില് ഇവന്റെ പങ്ക് ഇവന് കൊടുക്കണം എന്നായിരിക്കും പറഞ്ഞു വരുന്നത്. അച്ഛ അമ്മ പറഞ്ഞതിൽ പാതി ശരിയും പാതി ഉണ്ടാക്കിയതുമാണ്. എനിക്കെന്തായാലും ആ പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എടാ ശ്രീകാന്ത് നിനക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്ക് വേണ്ട എന്ന്. ശ്രീകാന്തിന്റെ മറുപടി കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നത്, ഒരിക്കലും ശ്രീകാന്ത് നീ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കരുത്, എന്താണെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം പറയാന്. ഇപ്പോ രേവതിയുടെ കാര്യം എടുത്തു നോക്ക്, അവൾക്ക് പണത്തിനോട് ആഗ്രഹമൊന്നുമില്ല. ഇവർ രണ്ടുപേരും ചേരാൻ വേണ്ടിയിട്ട് അച്ഛനുമായിട്ട് സംസാരിച്ചത് ഇവളാണ്. പക്ഷേ എല്ലാവരും അതുപോലെ ആയിരിക്കില്ലല്ലോ. നീ വർഷയുടെ അടുത്തും ഒരു വാക്ക് ചോദിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോഴേക്കും വർഷ മറുപടി പറയുന്നുണ്ട്, ഞങ്ങൾക്കും ആ പണം വേണ്ട എന്ന്. ഓക്കെ അച്ഛ, ഇപ്പൊ കാര്യം ക്ലിയർ ആയി. നമ്മുടെ അമ്മ തെറ്റായിട്ട് ഒരു തീർപ്പ് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഒരു തീർപ്പ് പറയാം. എടാ നീ നിന്റെ കട ആരംഭിച്ചിരിക്കുന്നത് നിന്റെ അമ്മായപ്പന്റെ സ്വത്തിലല്ല, നമ്മുടെ അച്ഛന്റെ പണത്തിലാണ്. എന്ന് വെച്ചാ 35 വർഷം അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം. അതുകൊണ്ട് തന്നെ നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കടയുടെ ഓണർഷിപ്പ് എന്താ നീ പറഞ്ഞത്, ഓണർ മാറ്റാൻ വേണ്ടിട്ടോ? എന്താടാ നീ ഓണർ ആവാൻ വേണ്ടിയിട്ടാണോ നോക്കുന്നതെന്ന് സച്ചിന്റെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്. എടാ ഞാന് ഓൾറെഡി 2 കാറിന്റെ ഓണറാണ്, എനിക്ക് അത് മതി. അച്ഛന്റെ പണത്തിലാണല്ലോ കട ആരംഭിച്ചത്, അതുകൊണ്ട് ആ കടയുടെ ഓണർ ആരാണ്? അച്ഛനല്ലേ? നീ എന്തൊക്കെയാടാ സച്ചി പറയുന്നതെന്ന് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. അച്ഛ ഇനി മുതൽ അങ്ങനെയാണ്. ഇത് കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അപ്പോ ഞാൻ ആരാടാന്ന് ചോദിക്കുകയാണേ. നീ ആ കടയിൽ ജോലി ചെയ്യുന്ന ഒരാള് നിനക്കിപ്പോ എന്ത് ജോലിയാ തരുവാ? കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം നീ എന്തായാലും പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാനേജറായിട്ട് ഇരുന്നാ മതി. നീ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. എന്താ രേവതി കറക്റ്റ് അല്ലേന്ന് ചോദിച്ചിട്ട് രേവതിയെ കുരുക്കുവാണേ സച്ചി. രേവതി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ, പക്ഷെ അത് തന്നെയാണ് ശരി. ഇത് നോക്ക് ശ്രുതി, നീ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. കള്ളന്റെ കയ്യിൽ താക്കോട് കൊടുക്കുക എന്നുള്ള കാര്യം വിചാരിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വന്നിട്ട് കണക്കുകൾ നോക്കും. 2 ദിവസത്തില് ഒരു തവണ അച്ഛൻ്റെ അടുത്ത് കണക്കുകൾ നീ ബോധ്യപ്പെടുത്തണം. ആ കടയില് നീ ഇനി വെറും ഒരു സാധാരണ ജോലിക്കാരൻ മാത്രമാണ്. ഇനി മുതല് ആ കടയുടെ മുതലാളി നമ്മുടെ അച്ഛനാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ രേവതി കൈയടിക്കുന്നുണ്ട്. രേവതി കൈ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ക്ലാപ്പ് ചെയ്യുന്നത്. കാരണം അച്ഛൻ ഓണർ ആയല്ലോ, ആ ഒരു സന്തോഷാണ്. പക്ഷെ ശ്രുതിക്കും ഒക്കെ മുഖത്ത് അടി കിട്ടിയത് പോലെയാണ് ആ കൈകോട്ടൽ കേട്ടോ. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ആരും കൈകൊട്ടുന്നില്ല, താൻ മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിർത്തുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ രേവതി നിർത്തുന്നത്? മനസ്സിലൊരു കാര്യം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഉടനെ തന്നെ ചെയ്യണം. ഇതാണ് എന്റെ തീർപ്പ്, എല്ലാവർക്കും ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വർഷയുടെ കയറിയിട്ട് ഇത് കറക്റ്റ് തീർപ്പാണ്. അങ്കിളുടെ പണത്തിലാണല്ലോ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അങ്കിളാണ് കടയുടെ ഓണർ. വർഷയും കൂടി അവരെ സപ്പോർട്ട് ചെയ്തല്ലോ. പിന്നെ ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഒരു വാക്ക് പോലും മറുത്ത് അങ്ങോട്ട് പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാവുകയാണ്. തുടർന്ന് ശ്രീകാന്തം പറയുന്നുണ്ട്, ശ്രുതിയേട്ടൻ എന്തെങ്കിലുമൊക്കെ ഏടാകുടത്തിൽ ചെന്ന് പെടും, അതിനേക്കാൾ നല്ലത് കുറച്ചുനാള് അച്ഛൻ കട നോക്കുന്നത് തന്നെയാണ്. എന്തിനാണ് ഇതൊക്കെ, ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ, അച്ഛ ഇതാണ് തീർപ്പ്, ഞാൻ എടുത്ത തീരുമാനത്തില് വോട്ട് കൂടുതലാണ്, കണ്ടില്ലേ 3 പേര് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു, എന്ന് വെച്ചാൽ അമ്മ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയാണല്ലോ എന്നാണ് സച്ചി വരുത്തി തീർക്കുന്നത്. നാളെ മുതൽ അച്ഛനാണ് ഓണർ, അമ്മ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ, അമ്മയ്ക്ക് ഓക്കെയാണ്. അച്ഛ നാളെ അച്ഛൻ ഓണർ ആവുകയാണ്. ശ്രുതിയാണെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്, അതിനർത്ഥം സച്ചിയുടെ ആ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്തു എന്നാണല്ലോ. ചന്ദ്രയ്ക്ക് മറുത്ത് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ അമ്മയും അതിന് സപ്പോർട്ടാന്നുള്ള രീതിയിലായി മൗനം കൊണ്ട്. അങ്ങനെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇതിനും വലിയൊരു അടി ഇനി അവർക്ക് വേറെ കിട്ടാനില്ലല്ലോ. ശേഷം കാണിക്കുന്നത് ശ്രുതി മുറിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ശ്രുതി അരികിലേക്ക് വരുമ്പോൾ മാറിയിരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. പക്ഷെ ഭയങ്കര ദേഷ്യത്തിലാണ്. ആ കാര്യം മനസ്സിലാക്കാതെ ശ്രുതിയാണെങ്കിൽ അരികിൽ ചെന്നിരുന്നു കൊണ്ട്, ഞാൻ വിചാരിച്ചത് അമ്മയുടെ ദേഷ്യം ഒരിക്കലും കുറയില്ല എന്നാണ്. ഒരു വിധത്തില് അമ്മ നിന്നോട് ക്ഷമിച്ചല്ലോ, നീ ഇപ്പോഴാണ് അമ്മയുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് സംസാരിച്ചത്. അന്നത്തെ പോലെ അല്ലാതെ കറക്റ്റ് മര്യാദയോട് കൂടിയിട്ട് അമ്മയുടെ അടുത്ത് നീ ഇപ്പോഴാണ് സംസാരിച്ചത്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങ് തുള്ളുന്നുണ്ട് കേട്ടോ. ഒന്ന് നിർത്തുന്നുണ്ടോ ശ്രുതിക്ക് നാണോ ഇല്ല ഇങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ട്. നീ ഇപ്പൊ എന്തിനാണ് ശ്രുതി എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അത് തന്നെയാണ്, നീ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് എന്നെ അവരടിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല, എന്നെ ചീത്ത പറഞ്ഞപ്പോ ഒരു വാക്കുകൊണ്ട് പോലും ഒന്നും അവരുടെ അടുത്ത് മറുപടി പറഞ്ഞില്ല. 2ാമത്തെ തവണ കൈ ഓങ്ങിയായിരുന്നു അടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നീ എന്താ ചെയ്തത്? അടിക്കരുതെന്ന് ഒരു വാക്ക് പറഞ്ഞായിരുന്നോ? എനിക്ക് അടി കിട്ടുന്നത് നോക്കിയിട്ട് നീ രസിച്ചു നിന്നു അല്ലേ ശ്രുതി എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അങ്ങനെയല്ല ശ്രുതി, അമ്മയുടെ ദേഷ്യം
കൂട്ടരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നത്. ഇപ്പൊ ഞാൻ മാപ്പ് ചോദിച്ചതിന് ശേഷം നിന്റെ അമ്മ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് തന്നെയല്ലേ സംസാരിച്ചത്. അപ്പോഴും ശ്രുതി സൈലന്റ് ആയിട്ട് നിൽക്കുമല്ലേ ചെയ്തത്. സച്ചിയാണെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ കടയുടെ ഓണർ ആക്കാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അതിനും ഒരു വാക്ക് പോലും മറുപടി പറയാതെ പ്രതിമ പോലെ അവിടെ നിൽക്കുകയല്ലേ ചെയ്തത്. അല്ല ശ്രുതി, അമ്മ നിന്നെ ചീത്ത വിളിച്ചപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയണേ. എന്ത് ഫീലിങ്സ് ആയിരുന്നു? എന്നെ ചീത്ത വിളിച്ചത് കുറഞ്ഞു പോയി എന്നുള്ള ഫീലിങ്സ് ആണോ ശ്രുതിക്ക് തോന്നിയത്? എന്നെ കുറച്ചുപോലും ശ്രുതി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ല ശ്രുതി, നീ എന്നെ വളരെ മോശമാക്കിയ രീതിയിലല്ലേ സംസാരിച്ചത്. നീയല്ലേ എന്നെ ഓണറാക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. അതില് അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴേക്കും ഞാനതിന് കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനല്ലേ ശ്രുതിയെ ഓണറാക്കിയത്. ഇത്രയും നാളായിട്ട് നിന്റെ അമ്മ നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ശ്രുതിയെ പഠിപ്പിച്ചതൊക്കെ അച്ഛനല്ലേ. നിന്റെ അമ്മ നിനക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത്. ആ സമയത്ത് ശ്രുതി എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കല്ലേ വേണ്ടിയിരുന്നത്. നീലിമയുടെ കയ്യിൽ നിന്ന് പണം കിട്ടിയപ്പോ ശ്രുതിക്ക് ഷോറൂം ആരംഭിക്കുക എന്നുള്ള ഐഡിയ തന്നത് ഞാനല്ലേ. ഉടനെ തന്നെ എന്നെ ഒറ്റിക്കൊടുത്തു. അന്നേരം ശ്രുതിക്ക് ഒരു എംബാരസിങ്ങോ അതുപോലെ തന്നെ മനസ്സിനൊരു കഷ്ടമോ ഉണ്ടായിരുന്നില്ല. ശ്രുതി ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് ശ്രുതിക്ക് വേണ്ടിയിട്ട്, ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞപ്പോ അന്നേരം ശ്രുതിയുടെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നിയല്ലേ. ആ നീലിമയുടെ കയ്യിൽ നിന്ന് പണം കിട്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എല്ലാം ശ്രുതിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ചെയ്തത്. എന്നിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് എന്റെ അടുത്ത് സംസാരിക്കാതിരുന്നു. വീട്ടിലേക്ക് വരാതെ ഷോറൂമിൽ തന്നെ ഇരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഒരു സോറി പോലും ചോദിക്കുന്നില്ല. ഞാൻ എന്നെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, അല്ലെങ്കിലും ശ്രുതി ചെയ്യുന്നതൊന്നും ശ്രുതിക്ക് തെറ്റായിട്ട് തോന്നില്ല. ശ്രുതിയെ ഞാനാണ് കടയിൽ മുതലാളിയാക്കി വെച്ചത്. എന്നിട്ട് അതിൽ ഞാൻ അഴക് കണ്ടു. എന്റെ അടുത്ത് 2 ദിവസം ശ്രുതി മിണ്ടാതിരുന്നു. സച്ചി മുതലാളിയായിരുന്ന ശ്രുതിയെ ആ കടയിലെ വെറും ഒരു ജോലിക്കാരനായിട്ട് മാറ്റി. അധികം വൈകാതെ തന്നെ അവിടുന്ന് നിന്നെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. ആ രേവതി കൈകൊട്ടി ചിരിച്ചത് നീ കണ്ടില്ലേ. ഞാനില്ലെങ്കിൽ നിന്റെ അവസ്ഥ അതാണ്. എന്നെ തന്നെ നീ വിട്ടുകൊടുത്ത് സംസാരിച്ചല്ലേ. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഇല്ല ശ്രുതി ഞാനെന്നൊക്കെ പറയാണേ. പക്ഷെ ഒന്നും പറയാൻ അനുവദിക്കാതെ മര്യാദയ്ക്ക് ശ്രുതി ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ്. ശ്രുതിയാണെങ്കിൽ തലയും താഴ്ത്തിയിട്ട് നേരെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്ന് റൂമിൽ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് അതിന്റെയൊക്കെ ഒരു ഡ്രാമ പോലെ കളിക്കുകയാണ് ചെയ്യുന്നത്. രേവതിയുടെ കയ്യില് വടിയുണ്ട്. രേവതി ശ്രുതിയായിട്ടും സച്ചി ശ്രുതിയായിട്ടുമാണ് അഭിനയിക്കുന്നത്. രേവതി ഇങ്ങനെ വടി കൊണ്ട് സച്ചിയുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയുടെ വാക്കും കേട്ടിട്ട് നീ എന്റെ അടുത്ത് മിണ്ടാതിരിക്കും അല്ലേ? വീട്ടിലേക്ക് വരുന്ന കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ എന്താ എന്റെ അടുത്ത് ചോദിച്ചത്? അമ്മ സമാധാനമായോ എന്നുള്ള കാര്യം. എന്നിട്ട് ആയില്ല എന്ന് കേട്ടപ്പോ ഞാൻ പിറ്റേ ദിവസം വരുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇത് നോക്ക് ശ്രുതി, ഇതാണ് ലാസ്റ്റ് വാണിങ്. ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ ചെയ്താലെന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയുടെ പുറകെ ചെന്നിട്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേസമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ വേണ്ട ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഓടുവാണ്. കുറച്ചു നേരം അടിക്കാൻ വേണ്ടിയിട്ട് പുറകെ ഓടുമ്പോഴേക്കും രേവതി മടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ, മതി സച്ചിയേട്ടാ നിർത്തുമെന്ന്. ക്യാരക്ടർ ആവുന്ന സമയത്ത് കറക്റ്റ് അതുപോലൊരു ഫീല് വരണം. പൗഡർ എടുത്ത് എന്തായാലും ഇപ്പൊ ഈ ഒരു ഫീലിലായിരിക്കും നടക്കുന്നതെന്നൊക്കെ പറയുകയാണെ. എന്തായാലും സച്ചേട്ടാ എനിക്ക് മതിയായി. ഇനി അടിക്കാൻ വേണ്ടി പോയിട്ട് എവിടെയെങ്കിലും അടി കൊള്ളും. രേവതി ഇപ്പൊ എന്തായാലും ആ മുറിയിൽ 2 പേർക്കിടയിൽ ഇതായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പൗഡർ എടുത്തേക്ക് എന്തായാലും ശ്രുതിയുടെ സ്വഭാവം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അമ്മ പറയാതെ അവൻ വീട്ടിലേക്ക് വന്നില്ലല്ലോ. അവനോട് എന്തായാലും ദേഷ്യം ഉണ്ടാകും. അവനെ നന്നായിട്ട് അവനിട്ട് ഇപ്പൊ 4 കിട്ടിയിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട രേവതി ആണെങ്കിൽ അടിക്കൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുകയാണേ. നന്നായിട്ട് ഇടിച്ച് പരിപ്പാക്കിയിട്ടുണ്ടാകും. അതൊക്കെ വിട്ടേക്ക്. അല്ല രേവതി, ഞാന് അച്ഛനെ കടയിൽ ഓണറാക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ നീ നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അത് സച്ചിട്ടാ ആ ധൈര്യം എനിക്ക് എവിടുന്നാ കിട്ടിയെന്നുള്ള കാര്യം അറിയത്തേ ഇല്ല. രേവതി നിന്റെ കൈകൊട്ടൽ കണ്ടിട്ടുണ്ടല്ലോ, അമ്മ വരെ ഷോക്കായി പോയി. അമ്മ നോക്കുന്നത് കണ്ടപ്പോ ഞാൻ അതുകൊണ്ടാ സൈലന്റ് ആയത്. അത് ഞാൻ കണ്ടു രേവതി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അച്ഛനെ മുതലാളിയായിട്ട് കാണുന്നതിൽ നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ ഇല്ലാതിരിക്കോ സച്ചേട്ടാ, അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടിയ പണമല്ലേ അത്. എന്തായാലും സച്ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അച്ഛൻ തന്നെയാണ് മുതലാളിയായിട്ട് അവിടെ ഇരിക്കേണ്ടത്. അന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ സച്ചേട്ടൻ വക്കീലിന് പഠിക്കണം എന്നുള്ള കാര്യം. കറക്റ്റ് തീർപ്പാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. തീർപ്പ് പറയണമെന്നുണ്ടെങ്കിൽ വക്കീലാവാനല്ല ജഡ്ജി ആവാനാ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം സച്ചി പറയുന്നത്. ആദ്യം വക്കീലായ മാത്രമേ ജഡ്ജി ആവാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് രേവതി. അങ്ങനെയൊക്കെ ഉണ്ടോന്ന് സച്ചി അറിയാത്തത് പോലെ ചോദിക്കുകയാണെ. അങ്ങനെയൊക്കെ തന്നെയാണ് സച്ചിയേട്ടാ. എന്തായാലും സച്ചിയേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള തീർപ്പ് പറഞ്ഞിട്ട് അച്ഛനെ കടയുടെ മുതലാളിയാക്കി. നല്ല മനുഷ്യർക്ക് നല്ലത് മാത്രമേ നടക്കുള്ളൂ. ആ ഫ്രോഡുകളെ ഇത്രയും നാളും പറ്റിച്ചോണ്ട് നടക്കുമല്ലായിരുന്നോ. പക്ഷെ വിധി കൊണ്ട് എത്തിച്ചത് കണ്ടില്ലേ. കറക്റ്റ് ആ നീലിമ എന്റെ കസ്റ്റമറായിട്ട് എന്റെ കാറിൽ വന്നു. എന്താ മനസ്സിലായി എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്താന്ന് രേവതി തിരിച്ച് അങ്ങോട്ട് ചോദിക്കുവാണ്. സൂര്യൻ എന്ന് പറയുന്നത് രാത്രിയില് മറിഞ്ഞു നിൽക്കുമെങ്കിൽ പോലും രാവിലെ ആവുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് തെളിഞ്ഞു നിൽക്കില്ലേ. സത്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. സമയം വരുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് വരും. അത് സച്ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം അച്ഛൻ നേർമയോട് കൂടിയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. നമുക്ക് നേർമയുണ്ടായാൽ മാത്രം മതി, ബാക്കിയെല്ലാം നമ്മുടെ അരികിലേക്ക് വന്ന് ചേർന്നോളൂ.
ഇതൊന്നും ആ സുധിയുടെ ഐഡിയ അല്ല, എല്ലാം പൗഡർ എടുത്തിയുടെ ഐഡിയ ആയിരിക്കും എന്ന് പറയാണേ. അവള് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏട്ടന്റെ ബുദ്ധി എവിടെ പോയെന്ന് ചോദിക്കുമ്പോ അവന് എന്നാണ് അറിവുണ്ടായത്? പണം മറിച്ച അവര് ഇനി എന്തെല്ലാം കാര്യങ്ങളാ മറിച്ചതെന്നുള്ള കാര്യം അറിയില്ല. പൗഡർ എടുത്ത് ചിലപ്പോൾ സുധിയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ മറിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ, ഭർത്താവിന്റെ അടുത്ത് നിന്ന് ആരാണ് എന്ത് കാര്യം മറിക്കുക എന്ന്. ഒരിക്കലും രേവതി നീ അങ്ങനെ പറയരുത്, അവളുണ്ടല്ലോ നല്ല കേടിയാണ്. ഒരിക്കലും ഇത്രയും അളവിലൊന്നും അവൾ ഓരോ പണി ഒപ്പിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. ഉറപ്പായിട്ടും അവള് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഓരോന്നായിട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് പോവാണ്. അതെങ്ങനെ സച്ചേട്ടാന്ന് രേവതി ചോദിക്കുമ്പോൾ നമ്മള് ഒരു തെറ്റ് ചെയ്തിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭയം ഉണ്ടല്ലോ, നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു കൊണ്ടുവരും. സച്ചേട്ടൻ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ രേവതി ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പറയുന്നത്. എന്റെ അമ്മയ്ക്കുണ്ടല്ലോ പൗഡർ എടുത്തിയുടെ കയ്യിൽ നിന്നും ഇനിയും ഒരുപാട് അടികൾ വീഴാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് സച്ചിയുടെ കയ്യിലുള്ള ആ വടി വെച്ചിട്ട് ഇങ്ങനെ ദേഹത്ത് അടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ആ ആ ആ എന്ന് പറയാണേ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്